കളിക്കുന്നു. ഹലോ ഓൾ, ഞാൻ ഭാഗ്യലക്ഷ്മി ടിറ്റോ. ഞങ്ങൾ പോകുന്നത് യാസ് ഐലൻഡിലുള്ള സീ വേൾഡിലേക്കാണ്. എന്താണ് കിച്ചൂടെ? സാൽമൺ ഫിഷ് ഉണ്ട് അവിടെ. അത് ഷാർക്കാണ്. നമ്മളവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞ് ആദ്യമേ കാണുന്ന ഇതുപോലെ കുറേ ഫിഷ് ഇങ്ങനെ ഓപ്പണായിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ടച്ച് ചെയ്യാം. ഒന്നും ചെയ്തില്ലടാ. ഇതെങ്ങനെ നീ ടച്ച് ചെയ്തത്? ടച്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കൈയൊക്കെ അവിടെ വാഷ് ചെയ്യാനായിട്ട് അടുത്ത് തന്നെയായിട്ട് പൈപ്പും ടിഷ്യൂവും സോപ്പും എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മളങ്ങ് പോകുന്തോറും വലിയ വലിയ ഫിഷ് ടാങ്കുകളും ഒത്തിരിയും ഫിഷസും വെറൈറ്റി ഓഫ് ഫിഷസും അത് ഫുള്ളൊരു ഫിഷിൻ്റെ ലോകത്തേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആദ്യം ആ ഫിഷിനെ ടച്ച് ചെയ്ത് ആ ഏരിയയും കഴിഞ്ഞ് ഫിഷ് ടാങ്ക് കണ്ടു കഴിഞ്ഞു. പിന്നെ നമ്മൾ വരുന്നത് എൻ്റെ സെൻറ്ററിലേക്കാണ്. ഇവിടെ നിന്ന് പിന്നെ ഓരോ ഡിവിഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ഒരു ഏരിയ ഫുള്ള് റൈഡ്സ് ആയിരുന്നു. അവിടെ കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്തു. നമ്മൾ രാവിലെ വന്നത് കൊണ്ട് തന്നെ വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല, തിരക്കുണ്ടായിരുന്നില്ല. എല്ലാ റൈഡ്സിലും കയറാനൊക്കെ പറ്റി. പിന്നെ റൈഡ്സിൽ കയറുമ്പോഴത്തേക്കും നമ്മൾ ബാഗും നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഈവൻ മൊബൈലും ക്യാമറയും എല്ലാം നമ്മളവിടെ മാറ്റി വെപ്പിച്ചിട്ട് അവർ റൈഡ്സിൽ കയറുള്ളൂ. അതുകൊണ്ട് റൈഡ്സിൻ്റെ കൂടുതലും നമ്മൾ വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അയ്യോ, ഇറങ്ങി വരുന്ന കിട്ടുന്നില്ല ഏട്ടാ. അത് കിട്ടിയില്ല. അവിടെ നിന്ന് പിന്നെ നമ്മൾ അടുത്ത ഡിവിഷനിലോട്ടൊക്കെ പോയി. അപ്പോൾ ഇതുപോലെ വലിയൊരു ഫിഷ് ടാങ്ക് ആയിരുന്നു അവിടെ. കംപ്ലീറ്റ്ലി നമ്മൾ മൂവിയിലൊക്കെ കാണുന്ന പോലെ ഉള്ള ഒരു രീതിയിലായിരുന്നു ഫിഷ് ടാങ്കൊക്കെ ചെയ്തു വരുന്നത്. മീൻസ് അണ്ടർ ദ ഓഷ്യൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ആയിരുന്നു കംപ്ലീറ്റ്ലി ആ ടാങ്ക് ഉണ്ടായിരുന്നത്. അങ്ങോട്ട് നടന്നെങ്കിൽ പോവാവേ.
ഇത് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്നുള്ള ഒരു സെക്ഷനിലാണ്. ഇവിടെയാണ് ഷോസൊക്കെ നടക്കുന്നത്. ഡോൾഫിൻ്റെ ഷോസ് ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ റെയിൻ ഫോറസ്റ്റ് ഉണ്ട്, ബേർഡ്സ്, അങ്ങനെ നല്ല ഒരു ബ്രൈറ്റ്നെസ്. ഓഷ്യൻ കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നല്ല ഒരു ബേർഡ്സും ഒച്ചകളും അങ്ങനെ നല്ലൊരു എൻവയോൺമെൻ്റ് ആയിരുന്നു അവിടെ. ഇത് അടുത്ത ഒരു സെക്ഷനാണ്. ഇത് പോളാർ റീജിയനാണ്. പോളാർ റീജിയൻ നമുക്ക് എല്ലാവർക്കും അറിയാം, തണുപ്പ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ കാണുന്ന ആനിമൽസും ബേർഡ്സും ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അവരതുപോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മീൻസ് സ്നോ ഏരിയ ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ അതുപോലെ അവർ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പായിരുന്നു അവിടെ. हाँ जी, दो यहाँ एक वो है. सीले ही बोल रही है यार. Guys. കളിക്കുന്നു. പോളാർ റീജിയനിൽ ആദ്യമൊക്കെ തണുപ്പ് കുറവാണ്, പിന്നെ അങ്ങ് പോകുന്നതോറും തണുപ്പ് കൂടുതലാണ്. പെൻഗ്വിൻസ് ഉള്ള ഏരിയയിൽ അവർ 0 ഡിഗ്രി ആക്കി വെച്ചേക്കുവാണ്. പെൻഗ്വിൻ്റെത് നമ്മൾ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡോൾഫിൻ ഷോസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഡോൾഫിൻ ഷോ നടക്കുന്ന ഏരിയയിലും അവരിങ്ങനെ ഒരു ഓപ്പൺ ടാങ്കുകൾ വെച്ചിട്ടുണ്ട് ഫിഷിനെ ടച്ച് ചെയ്യാനായിട്ടുള്ളത്. നടന്ന് കാണാൻ ഒരുപാട് കാഴ്ചകൾ സീ വേൾഡിലുണ്ട്. കുട്ടികൾക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും അവിടെ. ഇനി മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. ബൈ.